അസുഖം വന്ന് രക്ഷപ്പെടുന്നൊക്കെ ജീവന്മാരുടെ പോരാട്ടം തന്നെയാ. രഘു, നീ എന്തിനാ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല അമ്മേ, അതിന് മാത്രം ഒന്നും അവൻ കഴിച്ചിട്ടില്ല. വന്നത് എന്തായാലും വന്ന്, ഇനി അതിനെ കുറിച്ച് സംസാരിച്ചു തന്നിട്ട് എന്താ കാര്യം? അനിയനെ പിടിച്ചോണ്ടേ കിടത്ത എല്ലാവർക്കും കൂടെ. അപ്പോഴേക്കും അനിയന് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി തരാം നമ്മള്. ചെല്ലു മോനെ. സ്വന്തം ഭർത്താവ് വയ്യാതെ വരുമ്പോ ഒരു ജ്യൂസ് എങ്കിലും ഉണ്ടാക്കി കൊടുക്കാം, കേട്ടോ രേഖ? അതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറച്ച് കഷ്ടമാണ്. ചേച്ചി, ആ ഫോണൊന്ന് തരൂ. അതൊക്കെ തരാം. നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു. നീ ആദ്യം എന്റെ അടുത്തേക്കൊന്ന് വന്നേ. ഞാനിവിടെ ഉണ്ട് ചേച്ചി. എന്താ ചേച്ചി? നീയൊരു വിശേഷം അറിഞ്ഞോ? എന്ത് വിശേഷം? ഞെട്ടരുത്. ചേച്ചി കാര്യം പറ. മറ്റന്നാളാ ചേച്ചിയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ. ആണോ? ആ, ഇപ്പൊ കൺമണി വിളിച്ച് പറഞ്ഞതാ. ചേച്ചി, അത് സന്തോഷമുള്ള കാര്യല്ലേ? പിന്നെ എന്തിനാ ചേച്ചി കരയുന്നത്? സന്തോഷം കൊണ്ട് കരഞ്ഞതാ. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യം നടക്കാൻ പോവല്ലേ, അതിന്റെ സന്തോഷാ. കൺമണി ചേച്ചിക്കും വലിയ സന്തോഷമായി കാണും. എന്നെക്കാളും വലിയ സന്തോഷം അവൾക്കാവും. പാവം, എന്തെല്ലാം കഷ്ടപ്പാടുകളാ എനിക്ക് വേണ്ടി അവൾ സഹിക്കുന്നത്. അപ്പോ കൺമണി ചേച്ചിയെ പോലെ ദേവി ചേച്ചിക്ക് എന്നെ കാണാൻ പറ്റൂല്ലേ? ആ, അല്ലെങ്കിലും പൈസക്കൊക്കെ അഭിനയിക്കാൻ നടക്കുന്നവരല്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് തന്നെയാ ഗതി. വേഗം പോണം. എവിടേക്ക്? ഇവര് പറഞ്ഞത് കേട്ടില്ലേ? എനിക്കിപ്പോ പോണം. ശ്രീലക്ഷ്മി, തനിക്കിതെന്താ? താനെന്തിനീ പോന്ന? നിങ്ങൾ വരണ്ട, ഞാൻ പൊക്കോളാം. കണ്ണമ്മ, കണ്ണമ്മ എവിടെയൊക്കെ ഈ രാത്രിയില്? ഞാൻ വെറുതെ പറഞ്ഞതാ, അങ്ങനെ ഒരു വാർത്തയേ ഇല്ല. അങ്ങനെ ഒരു വാർത്ത കേട്ടാ പ്രതികരണം ഒന്ന് അറിയണമെന്ന് എനിക്ക് തോന്നി. പ്രതീക്ഷ പ്രതികരണം കിട്ടിയ സ്ഥിതിക്ക് ഇനി കണ്ണമ്മ മോള് വന്ന് ആഹാരം കഴിക്കും. വാ. നിങ്ങൾ കൊറേ നമ്മളെ തലയിൽ കയറാൻ തുടങ്ങിയിട്ട്. രേഖയ്ക്ക് അമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? നമ്മളോട് ചോദിക്കേ. അറിയേണ്ടത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. ഇപ്പൊ ഈ സംസാരിക്കുന്നത് ആരാന്നറിയണം, അത്രേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ? എങ്കി ഇനി അതിനൊരു സംശയം വേണ്ട. നമ്മൾ പറയാം നമ്മൾ ആരാണെന്ന്. നമ്മള് ശ്രീലക്ഷ്മിയാ. ഈ ഇരിക്കുന്ന ആളിന്റെ ഭാര്യ ശ്രീലക്ഷ്മി.
ആണോ? എങ്കിൽ ശരി. ഈ ഇരിക്കുന്ന ആളിന്റെ ആരുമല്ല ആ ദേവിയും കണ്ണനും. ഭർത്താവിനില്ലാത്ത എന്ത് ബന്ധമാ ഭാര്യയ്ക്കുള്ളത്? കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിന് മുന്നിൽ നിന്നും എഴുന്നേറ്റ് വെപ്രാളപ്പെട്ട് പോണമെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാര് നമ്മുടെ ഉറ്റവരോ ഉടയവരോ ആയിരിക്കണം. മാത്രല്ല, എന്റെ മോള് രഘുവിനോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ രഘു എന്തിനാ വേറെ വിഷയം സംസാരിക്കുന്നത്? അതെ, എനിക്കറിയണം അവരും നമ്മുടെ ഈ കുടുംബവുമായി എന്ത് ബന്ധമാണുള്ളതെന്ന്. പറയൂ രഘു, പറയാൻ. ഇത് ആഹാരം കഴിക്കുന്ന സ്ഥലമോ അതോ നിങ്ങൾക്കൊക്കെ നാളെ കഴിക്കാനുള്ള സ്ഥലമോ? എന്തെങ്കിലും കഴിക്കാന്ന് കരുതി വന്നിരുന്നപ്പോ നിങ്ങളുടെയൊക്കെ കൂത്ത് കാണണോ ബാക്കിയുള്ളവരെ? കുറച്ച് സമാധാനത്തോടെ ആഹാരത്തിന് മുന്നിൽ പോലും ഇരിക്കാൻ കഴിയില്ലെന്ന് വെച്ചാ വല്ലാത്തൊരവസ്ഥ തന്നെയാ. ആദ്യം എല്ലാവരുടെയും സംശയം മാറട്ടെ, അത് കഴിഞ്ഞു മതി ആഹാരം കഴിക്കലൊക്കെ. നാടകം കഴിഞ്ഞു. ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഇപ്പൊ ഇവിടെ ഈ കാണിച്ചതിനൊക്കെ മറുപടി പറയേണ്ടത് ഇതുകൊണ്ടാ. ഇതുകൊണ്ട് ഒരെണ്ണം അങ്ങോട്ട് തന്നാലുണ്ടല്ലോ ഇരുന്ന് പോകയോ ഇവിടെ. നമ്മളത് ചെയ്യാത്തത്. അങ്ങനെ നമ്മൾ ചെയ്താലേ നിങ്ങളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ചെവി നുള്ളിക്കോ, തരുന്നുണ്ട് ഞാൻ. പിന്നെ കാര്യങ്ങളെല്ലാം ഒരുവിധം കരക്കടുപ്പിച്ച് വന്നതാ. അവളുടെ നാവീന്ന് തന്നെ സത്യങ്ങളെല്ലാം പറയിപ്പിക്കായിരുന്നു. അതിനു മുന്നേ ബ്രദറിലോ മൊത്തം നശിപ്പിച്ചു. നിന്റെ ബ്രദറിനിലോ മനഃപൂർവ്വം നശിപ്പിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഇപ്പോ രവി ഇവിടെ കാണിച്ച ദേഷ്യം മനഃപൂർവ്വമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തിന്? അവളെ ആ കൺമണിയെ രക്ഷപ്പെടുത്താൻ. അയാള് ദേഷ്യപ്പെട്ടപ്പോ കണ്ടില്ലേ സാഹചര്യങ്ങൾ ആകെ മാറി മറിഞ്ഞത്. എനിക്ക് ഉറപ്പാ അയാൾ അവളെ ഈ പ്രശ്നത്തിൽ നിന്ന് നൈസായിട്ട് ഊരിയെടുത്തതാ. എത്ര കാലം അവളിങ്ങനെ സംരക്ഷിച്ച് പിടിക്കുന്നു അറിയണല്ലോ. നീ കഴിക്ക്. ഇല്ല, എത്ര ശ്രമിച്ചാലും കൺമണിക്ക് ശ്രീലക്ഷ്മിയാകാൻ കഴിയില്ല. അത് തന്റെ കുറ്റമല്ല, തന്റെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അങ്ങനെയുള്ളതായിരുന്നു. വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക, ഉപദേശങ്ങളില്ലാതെ സംസാരിക്കുക, ഒന്നും പ്രതീക്ഷിക്കാതെ പരിചരിക്കുക, ഒന്നിനും കണക്ക് വെക്കാതിരിക്കുക. അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് എന്നെ പഠിപ്പിച്ചത്, മനസ്സിലാക്കി തന്നത് എന്റെ ശ്രീലക്ഷ്മിയായിരുന്നു. എന്റെ ശ്രീലക്ഷ്മിയെ പോലെ അവൾ മാത്രമേ ഉള്ളൂ. എത്ര മൂടി വെച്ചാലും ചിലപ്പോഴൊക്കെ കൺമണിയുടെ സ്വഭാവം പുറത്തേക്ക് വരും. അത് എപ്പോഴും എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്നും വരില്ല. ഒരു വലിയ പ്രശ്നങ്ങളുണ്ടായി, വലിയ പൊട്ടിത്തെറികളുണ്ടായി. സത്യം എല്ലാവരും അറിയുന്നതിലും നല്ലത്
ഓരോരുത്തരെയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ലേ? ഞാൻ ഈ പറയുന്നതിൽ കൺമണിക്ക് വിഷമമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഞാനായിട്ടുണ്ടാക്കിയതൊക്കെ ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കാം. നമ്മൾ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ ആരാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. നാളെ രാവിലെ കൺമണിക്ക് പോവാം. നാളെ കഴിഞ്ഞ് ചേച്ചിയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കൺമണിയുടെ ചേച്ചിക്ക് കാഴ്ച കിട്ടും. അത് കഴിയുന്നതുവരെ കൺമണിക്ക് ചേച്ചിയോടൊപ്പം താമസിക്കാം. ഓപ്പറേഷൻ കഴിഞ്ഞ കൺമണിക്കും ചേച്ചിക്കും അനിയനും ജീവിക്കാനുള്ളത് കൺമണിയുടെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അമ്മേ, സാന്ദ്രമോളോ? മോളെന്താ രാവിലെ? ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ. അമ്മേ, ഞാനിവിടെ എല്ലായിടത്തും നോക്കി, ശ്രീലക്ഷ്മി മാഡത്തെ കാണുന്നില്ല. അവളിതെവിടെ പോയി? എന്താ അമ്മേ, ശ്രീലക്ഷ്മി എവിടെ പോയി? അറിയില്ല മോളെ. രാവിലെ മുതൽ നോക്കുക, ഈ വീട്ടിൽ ഇനി നോക്കാൻ ഒരു സ്ഥലവും ഇല്ല. എവിടെ പോയതാണോ ആവോ? മോളിരിക്കെ, ഞാൻ ചായ എടുക്കാൻ പറയാം. അമ്മേ, ഇനി ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനാണാവോ? അമ്മേ, എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ട്. എന്താ മോളെ? പറയാനുള്ളത് ശ്രീലക്ഷ്മിയെ കുറിച്ചാ. ശ്രീലക്ഷ്മിയെ കുറിച്ചോ? എന്ത് കാര്യം? മോളെ, നീ എന്താന്ന് വെച്ചാ പറ.
ശ്രീലക്ഷ്മിയെ കണ്ടോ വരുന്ന വഴിയില്? അതല്ലമ്മേ, എന്റെ ഒരു സംശയമാണ്. ഇപ്പോ ഉള്ള ശ്രീലക്ഷ്മി, അതായത് ഇപ്പോ ഇവിടെയുള്ള ശ്രീലക്ഷ്മി ശരിക്കും അമ്മേ, എന്താ മോനെ, അവളെ വിളിച്ചോ? ഓ. എവിടെ പോയതാ? ഫോൺ റൂമിലിരിക്കെ കൊണ്ടുപോയിട്ടില്ല. അമ്മേ, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. സാന്ദ്ര പറയാൻ വന്നത് പറ. എന്താ സാന്ദ്രയുടെ സംശയം? ഇല്ല, സാർ എന്തോ പറയണോന്ന് പറഞ്ഞില്ലേ, ഞാൻ പിന്നീട് പറയാം. എന്താ രവി? അമ്മേ, അത് എങ്ങനെ അമ്മയോട് പറയണമെന്ന് എനിക്കറിയില്ല. ഇനിയും ഞാനത് പറയാതിരുന്ന ശരിയാവില്ല. അമ്മ എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? നീ എന്തൊക്കെയായി പറയുന്നത്? പറയണം. സമയം കിട്ടുമ്പോഴൊക്കെ നീ അത് എന്നോട് പറയണം. എങ്കിലേ എന്റെ പക എനിക്ക് ആളി കത്തിക്കാൻ പറ്റൂ. എന്റെ കവിളത്ത് അവളുടെ വിരലുകൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10 അവളുടെ ദേഹത്തും പതിപ്പിക്കും ഈ രാജലക്ഷ്മി. അവളിപ്പോ ഈ വേഷം കെട്ടി ഇവിടേക്ക് തിരിച്ചു വന്നത് അതിനുള്ള അവസരത്തിന് വേണ്ടി മാത്രമാണ്. നീ നോക്കിക്കോ എന്താ ഇനി വർമ്മൻ വില്ലയിൽ നടക്കാൻ പോകുന്നതെന്ന്. ഒന്നുമല്ലെങ്കിലും അവളേക്കാൾ കുറച്ച് ഓണം കൂടുതലുണ്ടതല്ലേ ഞാൻ. അതിനുള്ള ബുദ്ധിയെങ്കിലും ഞാൻ കാണിക്കണ്ടേ? കഴിക്ക്. കഴിക്ക്. മതി ഏട്ടത്തി, കഴിക്ക്. മതിയേട്ടാ, മതി ഏട്ടത്തി. കഴിക്കരുത്. കഴിക്ക്. കഴിക്ക്. വേണ്ട ഏട്ടത്തിയമ്മേ, സത്യമായിട്ടും ഏട്ടത്തിയമ്മേ ഇനി വേണ്ട. വയറ് നിറഞ്ഞു. അതൊന്നും പറ്റില്ല. ഇത് മുഴുവൻ കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ, നല്ലവണ്ണം ആഹാരം കഴിച്ചിട്ടേ മരുന്നും ഗുളികയും കഴിക്കാവൂന്ന്. കഴിക്ക്. കഴിക്ക്. എന്താ ഇങ്ങനെ നോക്കുന്നേ? താങ്ക്സ് ഏട്ടത്തിയമ്മേ. താങ്ക്സ്. എന്തിന്? അല്ല, നന്ദിനി അമ്മയും ഇതുപോലെയായിരുന്നു. താങ്ക്സ് അലോട്ട്. ഗായത്രി അമ്മയോട് രഘു താങ്ക്സ് പറയോ? അതുപോലെ തന്നെ ഞാനും. രഘു ഇപ്പൊ വിളിച്ചതിലും ഒരമ്മയുണ്ട്, ചേട്ടത്തെ അമ്മ. പറഞ്ഞു വരുമ്പോ 2 സ്ഥാനാ എനിക്ക് രഘു തരുന്നത്, ചേട്ടത്തിയും അമ്മയും. അതുകൊണ്ട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായോ? വാ കഴുകി വരുമ്പോഴേക്കും ഞാൻ ഗുളിക എടുത്തോണ്ട് വരാം. എല്ലാം ഏറെക്കുറെ ആയി. ഇനി മോളെ സാറിനെയും ഗായത്രിയമ്മയും എല്ലാവരെയും വിളിച്ച് ഒരു ഉഗ്ര സദ്യ ഉണ്ടാക്കി കൊടുക്കണം. സാധാരണ എപ്പോഴും ഗണേശോത്സവം പൂജ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും അങ്ങോട്ടല്ലേ പോകുന്നത്.
ഇപ്രാവശ്യം എല്ലാവരും ഇങ്ങോട്ട് ക്ഷണിക്കണം. നിങ്ങളെന്താ ഇങ്ങനെ കടന്നൽ കുത്തിയ പോലെ നിൽക്കുന്നത്? ഞാൻ ഈ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? കേട്ടു. പിന്നെന്താ മുഖത്ത് സന്തോഷമൊന്നും കാണാത്തതെന്നാ ഞാൻ ചോദിച്ചത്. ഇതിലിപ്പോ സന്തോഷിക്കാൻ എന്താ? ഗണേശോത്സവമായിട്ട് രവി സാറും മോളും കുടുംബവും ഇങ്ങോട്ട് വരുന്നു, അത്രയല്ലേ ഉള്ളൂ. അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന്. ആ കലം അങ്ങ് വാങ്ങി വെക്കാൻ ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞു കഴിഞ്ഞു. എന്റെ മനസ്സിലൊന്നുമില്ല സരോജം. ചില വിഷമഘട്ടങ്ങൾ നമ്മളായിട്ട് തന്നെ വിളിച്ചു വരുത്തേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നമ്മുടെ മോളും സാറും അവിടെ സന്തോഷമായി ജീവിക്കുന്നെന്ന് തോന്നലിൽ നമുക്കിവിടെ സന്തോഷമായിട്ട് കഴിയാം. സാറ് പറഞ്ഞാൽ എന്നായാലും പോകേണ്ടവള് തന്നെയാണെന്ന ബോധ്യം എനിക്കുണ്ട്. കുറച്ചു ദിവസത്തേക്ക് പണത്തിന് വേണ്ടി അഭിനയിക്കാൻ വന്നവൾക്ക് എന്റെ സെന്റിമെന്റ്സ്. വന്ന ജോലി എന്നെ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാതിരുന്നിട്ടും ചേച്ചിയുടെ കണ്ണിന്റെ ഓപ്പറേഷനും ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതും തന്നിട്ടാ സാറ് പോവാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് ഞാൻ എന്തെങ്കിലും ഒരു നന്ദി തിരികെ കാണിക്കണ്ടേ സർ? ഞാൻ കാരണം ഉള്ള നേറി നിസ്സഹായ അവസ്ഥയിലുള്ള സാറിന്റെ ഇന്നലെ രാത്രിയുള്ള സംസാരം കൺമണിയെ മാറ്റി എന്ന് വേണം പറയാൻ. എത്ര ഒളിച്ചു വെച്ചാലും അവരവരുടെ സ്വഭാവം ഒരിക്കലും മാറാൻ സാധ്യതയില്ലെന്ന് ഇന്നലെ സാർ പറഞ്ഞു. അങ്ങനെ ഒരു വിശ്വാസം സാറിനുണ്ടെങ്കിൽ ഇന്ന് മുതൽ അത് വെട്ടിമാറ്റി എഴുതാൻ പോവാ ഈ ശ്രീലക്ഷ്മി. ആ ഒരൊറ്റ വിശ്വാസത്തിൽ നിന്നാ ഞാൻ ഈ വീട്ടിലേക്ക് വീണ്ടും വന്നത്. ഇനി എത്ര നാളാണ് ഞാൻ ഈ വീട്ടിൽ അവശേഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉള്ള നാളെത്രയും ഞാൻ സാറിന്റെ ശ്രീലക്ഷ്മി തന്നെയായിരിക്കും. എന്റെ പ്രവൃത്തിയിലോ സംസാരത്തിലോ ഏതെങ്കിലും ഒരു നിമിഷം ആർക്കെങ്കിലും ഒരാൾക്ക്, അതിപ്പോ സാറിനായാലും ശരി, ഞാൻ ശ്രീലക്ഷ്മി അല്ല എന്ന് തോന്നിയാൽ സാറ് പറയാതെ തന്നെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവും. വാങ്ങുന്ന കാശിനോടുള്ള കൂറ്, ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം, എങ്ങനെ വേണമെങ്കിലും സാറിനതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. പക്ഷേ എനിക്കതിനെ ഒറ്റ പേരിൽ വിളിക്കാനാ ഇഷ്ടം. അത്ഭുതം. രവിവർമ്മൻ എന്നയാൾക്ക് തന്റെ ഭാര്യ ശ്രീലക്ഷ്മിയോടുള്ള സ്നേഹം മനസ്സിലാക്കിയിട്ടുള്ള അത്ഭുതം. ഇനിയും ധാരാളം അതിരുകൾ ഭേദിക്കാനുള്ളതാ രവിയുടെയും ശ്രീയുടെയും പ്രണയം. ഇനി ഈ വീട്ടിൽ രവിയും കൺമണിയില്ല, രവിയും ശ്രീലക്ഷ്മിയും മാത്രമേ ഉള്ളൂ. ശ്രീലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നപ്പോ ഈ രൂപം അല്ല സാറിന്. എന്നാ സാർ ഇനി ആ രൂപത്തിൽ നടന്നു. ശ്രീലക്ഷ്മി വെറുതെ എന്തായാലും സംഭവം കലക്കിയിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് ശ്രീലക്ഷ്മി. താങ്ക് യു രേഖ മാഡം. എക്സ്ക്യൂസ് മീ, ശ്രീലക്ഷ്മി എന്നെ എന്താ ഇപ്പൊ വിളിച്ച? രേഖ മാഡം. എന്താ അങ്ങനെയല്ലേ? ആ, ഞാൻ അറിയാതെ മാഡത്തിന്റെ അമ്മയോടും മാഡത്തിനോടും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലൊന്നും വെച്ചേക്കരുത്. ഏയ് അങ്ങനെയൊന്നുമില്ല ശ്രീലക്ഷ്മി. ഞങ്ങൾക്ക് ശ്രീലക്ഷ്മിയോട് ഒരു വിരോധവും ഇല്ല, സ്നേഹം മാത്രം. ആഹാ, രണ്ടാളും ഇറങ്ങിയോ? ദാ ഞാൻ ഇന്നൽപ്പം പായസം ഉണ്ടാക്കി.
മദർ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇന്നെന്നല്ല, ഇനി അങ്ങോട്ടും ഞാൻ സന്തോഷവതിയായിരിക്കും. എന്റെ മനസ്സ് പറയുന്നു ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു മാറിയെന്ന്. അതിന് ഈ വീട്ടിൽ എന്താ അമ്മേ പ്രശ്നം? ഇവിടെയുള്ളവരും വന്നു കയറുന്നവരും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഈ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അതിപ്പോ നമ്മൾ എങ്ങനെ കഴുകിയാലും 2 കീടാണു നശിച്ചു പോകില്ല എന്ന് പരസ്യം കാണിക്കുന്നത് പോലെയാ ചിലരുടെ കാര്യം. രഘു പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? ആ, നിങ്ങൾക്ക് മനസ്സിലായത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ചേട്ടായി, ചേട്ടായി പായസം കുടിക്കേ. ഏയ്, തനിയെ കഴിക്കാനല്ല പറഞ്ഞത്, ഏട്ടത്തേക്ക് കോരി കൊടുക്കണം. എത്ര നാളായി ഞങ്ങളൊക്കെ അങ്ങനെ ഒരു രംഗം കണ്ടിട്ട്. ഏട്ടത്തി മുൻകൈ എടുത്താലേ കാര്യങ്ങൾ നടക്കൂ. ഞാൻ പറയുന്നതിൽ 2 കാര്യങ്ങളുണ്ട് രവി. ഒന്ന്, ആ പെൺകുട്ടി ശ്രീലക്ഷ്മി അല്ലെങ്കിലും നിനക്ക് അവളിൽ അങ്ങനെ ഒരു സ്നേഹവും സംരക്ഷണവും തോന്നുന്നുണ്ടെങ്കിൽ നിന്നോടൊപ്പം ജീവിതകാലം മുഴുവൻ കഴിയാൻ ഒരുക്കമാണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിനവൾ തയ്യാറല്ല എങ്കിൽ നീ മുഴുവനായും അവളിൽ അടിമപ്പെടും മുമ്പ് നിന്നെ എനിക്ക് രക്ഷിക്കണം. ഇനി 2ാമത്തെ കാര്യം, അത് വളരെ ഈസിയാണ്. ഇത് ശ്രീലക്ഷ്മി തന്നെ ആണെങ്കിൽ നീ കരുതുന്നത് പോലെ ഞാനും കണ്ണുമടച്ച് വിശ്വസിച്ചാൽ തന്നെ പിന്നെ ഈ കാര്യത്തിന്റെ തലയും വാലും തരംതിരിച്ചു നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിന് 2നും നമുക്ക് ആദ്യം ഒരു വ്യക്തത വേണം. നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് ഉറപ്പിച്ചു പറയും? പല തവണ തല നാരിഴയ്ക്ക നമ്മൾ രക്ഷപ്പെട്ടത്. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, പ്രത്യേകിച്ചും സംശയമുള്ളവർ വീട്ടിൽ തന്നെ ഉള്ളവരാവുമ്പോൾ. അതിപ്പോ അങ്ങനൊരു സംശയം ആർക്കും തോന്നേണ്ട കാര്യമില്ല രാജാറാം. രൂപം കൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അതിപ്പോ എന്റെ ശ്രീലക്ഷ്മിയാണ്. ആയിക്കോട്ടെ, സമ്മതിക്കുന്നു. എന്റെ കാര്യം നീ വിട്ടേക്ക്, ബാക്കിയുള്ളവരുടെ കാര്യവും. എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് പോലെ അവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനാവുമോ നിനക്ക്? ഇനി ഇതിനോടകം തന്നെ നിന്റെ അനിയത്തിക്കുട്ടിയും അവരുടെ അമ്മയും ഒക്കെ എന്തെല്ലാം കണ്ടുപിടിച്ച് വച്ചേക്കുന്നെന്ന് നമുക്ക് പോലും അറിയില്ല. ഇനി അതെല്ലാം മനഃപൂർവ്വമായി മറന്നാൽ തന്നെ നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കി നീ നേരെ സംസാരിച്ചിട്ട് ഇന്ന് എത്ര ദിവസമായെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാൻ. ഒരു തവണ, ഈ ഒരു തവണത്തേക്ക് ശരി, എന്റെ അമ്മയും നിന്നെയും ഓർത്ത് മാത്രം ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു കാര്യം, നീ ചെയ്യാൻ പോകുന്നത് എന്താണോ അത് ഒരിക്കലും ശ്രീലക്ഷ്മി അറിയരുത്. ഒരു തരത്തിലും ഇതും പറഞ്ഞ് അവളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത്. ഇല്ല രവി, ഇതിൽ കൂടി ഞാൻ പരാജയപ്പെട്ട ഇനി മേലിൽ ഈ ഒരു കാര്യവും പറഞ്ഞ് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കില്ല. ഓക്കെ, agreed. What's your plan? ഇത് കൺമണിയുടെ ഫിംഗർ പ്രിന്റ്. ഞാൻ മനഃപൂർവ്വം വാങ്ങിയതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതും ശ്രീലക്ഷ്മിയുടെ ഫിംഗർ പ്രിന്റും ഒന്നാണോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അതിനിപ്പോ ശ്രീലക്ഷ്മിയുടെ ഫിംഗർ പ്രിന്റ് അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം.
അതിന് ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. രണ്ടും രണ്ടാണെന്ന് തെളിഞ്ഞ അത് ഞാൻ പറയണ്ടല്ലോ. ആഹാ, ചേച്ചി ഇവിടെ ഇരിക്കായിരുന്നോ? ചേച്ചി എന്താ ഈ ഇരുട്ടത്തിരുന്നത്? ഞാൻ എന്നും ഇരുട്ടിലല്ലേ മോളെ. പ്രകാശം ഉണ്ടായിട്ടും പ്രയോജനമൊന്നുമില്ലല്ലോ. ദേ ഈ വക വർത്താനങ്ങളൊന്നും വേണ്ട. ആ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തിലേക്ക് കടക്കാൻ പോവല്ലേ എന്റെ ചേച്ചി. രവി സാറോ? ഓഫീസിലേക്ക് പോയി. എത്ര നാളായി നമ്മൾ മാത്രമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട്. ചേച്ചി വന്നേ, നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. വാ. കണ്ണ, എങ്ങനെയുണ്ടടാ പുതിയ വീടൊക്കെ? അടിപൊളി. ആ ത്രിവിക്രമനെ പോലുള്ളവരുടെ ശല്യം ഇനി ഉണ്ടാവാതിരിക്കാനാ സാർ ഇങ്ങനെ ഒരു കൂടുമാറ്റം നടത്തിയത്. നമ്മളെപ്പോഴും സുരക്ഷിതരായിരിക്കണമെന്ന് സാറിന് നിർബന്ധമുണ്ട്. ഇതെന്റെ കൺമണി തന്നെ അല്ലേ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? അല്ല, ആശാൻ വിളി മാറി സാറായി. ഇന്നലെ ഫോൺ വിളിച്ചപ്പോഴുള്ള സംസാരവും ഇപ്പോഴുള്ള സംസാരവും തമ്മില് വലിയ വ്യത്യാസം. ആളാകെ മാറിപ്പോയതുപോലെ. മാറി ചേച്ചി. രവി സാറ് മാറ്റിന്ന് പറയുന്നവും ശരി. ഇനിയും മാറിയില്ലെങ്കിൽ അത് എന്റെ മനസാക്ഷിയോട് ചെയ്യുന്ന ക്രൂരതയാവും. നമുക്ക് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെടുന്ന ആ മനുഷ്യനോട് നമ്മൾ കാണിക്കുന്ന ചതിയാവില്ലേ അത്? നന്നായി മോളെ. ഉദ്ദേശം നല്ലതാണെങ്കിലും കുറെ പാവങ്ങളെ നമ്മൾ പറഞ്ഞു പറ്റിക്കുമല്ലേ. രവി സാറിന്റെ അറിവോടെയാണെങ്കിലും ഇവിടെ ഉള്ളിടത്തോളം നീ ശ്രീലക്ഷ്മിയായി മാറി ജീവിക്കുന്നത് തന്നെയാ നല്ലത്. അതെ ചേച്ചി, ഭാര്യയെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ വേറൊരാളാണെന്ന് അറിഞ്ഞിട്ടും എന്നെയും ചേച്ചിയും ഇവനെയൊക്കെ ഇത്ര സംരക്ഷിക്കണമെങ്കിൽ ശ്രീലക്ഷ്മി എന്ന ആ കുട്ടിയോട് അദ്ദേഹത്തിന് എത്രമാത്രം ഇഷ്ടമുണ്ടായിട്ടായിരിക്കും അത്. സത്യം പറഞ്ഞ ഞാൻ ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെന്ന് രവി സാർ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അറിഞ്ഞോ അറിയാതെയോ പോലും ശ്രീലക്ഷ്മി എന്നല്ലാതെ കൺമണിന്ന് ഒരു തവണ പോലും എന്നെ വിളിച്ചിട്ടില്ല. ഈ കഥയില് ബാക്കി എല്ലാവരും മറ്റൊരാളായിട്ട് അഭിനയിക്കുമ്പോഴും അദ്ദേഹം ജീവിക്കുക രവിചന്ദ്രവർമ്മനായിട്ട് തന്നെ. അത് പോട്ടെ, ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാ. നാളെയാണ് ഓപ്പറേഷൻ, അറിയാലോ? എങ്ങനെ സാറിന്റെ ശീലം എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാറ് ക്ഷമിക്കണം. ആഹാരത്തിന് മുന്നിൽ മുൻകൂർ ക്ഷമാപണമൊന്നും വേണ്ട ശ്രീലക്ഷ്മി. ആദ്യം വിശപ്പ് മാറ്റുക, അതാണ് മുഖ്യം. വൈകിട്ട് നമുക്കൊരു സ്ഥലം വരെ പോണം. എവിടെ? ഷോപ്പിങ്ങിന്. ഷോപ്പിങ്ങിനോ? അതെ. സാറിന് എന്തെങ്കിലും വേറെ തിരക്കുണ്ടോ? തിരക്കൊന്നുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതാ ഈ നിമിഷം ക്യാൻസൽ. എങ്കിൽ നമുക്ക് വൈകിട്ട് പോവാം. വീട്ടിൽ ചെന്നിട്ട് പോയാൽ മതി.
എന്തൊക്കെ ശ്രീലക്ഷ്മിക്ക് വാങ്ങേണ്ടത്? അതൊക്കെ പറയാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? എന്തായാലും വലിയ എന്തോ കാര്യത്തിനാണെന്ന് മനസ്സിലായി. അതെ അതെ, വലിയൊരു കാര്യത്തിനാ. ഇതോടുകൂടി വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാവും. രാജനന്ദിനി സാരീസിന്റെ 4 നില ബിൽഡിങ്ങിന്റെ രജിസ്ട്രേഷനാണ്. അതും ശ്രീലക്ഷ്മി മാഡത്തിന്റെ പേരില്. അപ്പോ അതൊരു വലിയ കാര്യമല്ലേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. ഇത് സ്കാൻ ചെയ്ത് എത്തേണ്ട അടുത്ത് എത്തിച്ചാലേ സമാധാനമാവും. എന്നിട്ട് ഞാൻ തന്നെ ഇവിടെ കൊണ്ടുതരാം. ഓ ശരി ശരി. ശരി സാർ. എന്റെ കൈക്കൂത്തിയമ്മേ, നീയേ തൊട. സരോജം, ആ സാധാരണ ഈ വക കാര്യങ്ങൾക്ക് സാന്ദ്രമാട വരാറ്. ഇതിപ്പം രാജാറാം സാർ നേരിട്ട് വന്ന സ്ഥിതിക്ക് സീരിയസ് ആയ എന്തോ പ്രശ്നമാണ്. പ്രശ്നോ? എന്ത് പ്രശ്നം? നമ്മുടെ മോക്കെ ഒരു നല്ല കാര്യത്തിനല്ലേ. അതിന്റെ ഇടയിൽ ഇനി നിങ്ങളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. മര്യാദയ്ക്ക് ആ ചായ എടുത്ത് കുടിക്കാൻ നോക്കും മനുഷ്യ.